നമസ്കാരം. സംഗീതം എന്ന ശാസ്ത്രം നിരവധി വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ വളരെ മഹത്തായ കൃതികൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നമുക്കിന്ന് നിലവിൽ കിട്ടാനുള്ളത് ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്നൊരു ഗ്രന്ഥമാണ്. ഇതുകൂടാതെ 10,000 വർഷം പഴക്കമുള്ള രാവണൻ നിർമ്മിച്ച സംഗീത ഗ്രന്ഥത്തെപ്പറ്റി മിക്കവാറും പല സംഗീത ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ സംഗീതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ശാസ്ത്രം പൊതുവായി കാണുന്നത് നാദ ലയവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് അനാഹതമെന്നും ആഹതമെന്നും പറയുന്ന 2 തരം ശബ്ദങ്ങൾ. അനാഹതമെന്ന് പറയുന്നത് കേൾക്കാനാവാത്ത അതിസൂക്ഷ്മമായ ശബ്ദങ്ങളും കേൾക്കാനാവുന്ന തരത്തിലുള്ള ശബ്ദവുമുണ്ട്. അപ്പോൾ കേൾക്കാനാവുന്ന തരത്തിലുള്ള ശബ്ദത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ഈ സംഗീതം ആ തിയറി അനുസരിച്ച് 24 സ്വരങ്ങളുള്ള ഒരു ശബ്ദ ശാസ്ത്രമാണ്. 24 സ്വരങ്ങൾ 3 വിഭാഗങ്ങളായി മാറ്റി 3 തരത്തിലുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റി അതിനെ പലവിധ രാഗങ്ങളാക്കി മാറ്റുന്ന തിയറിയാണ് ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് വെങ്കടമഖി എന്നൊരു സംഗീതകാരൻ ആണ് ഇതിനെ ഇപ്പോഴുള്ള രീതിയിലേക്ക് 12 സ്വരസ്ഥാനങ്ങൾ വെച്ചിട്ടുള്ള സംഗീത ഗ്രന്ഥമാക്കി മാറ്റിയിട്ടുള്ളത്. തിയറി പ്രകാരം കോടിക്കണക്കിന് രാഗങ്ങൾ നിലവിൽ സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ നിലവിലുള്ള സംഗീത തിയറി അനുസരിച്ച് പല രാഗങ്ങളും കൃത്യമായി രേഖപ്പെടുത്താനാവില്ല. പ്രത്യേകിച്ച് പഴയ കാലത്തുണ്ടായിരുന്ന രാഗങ്ങൾ ചെങ്കോട്ടിയാഴ്, മകരയാഴ് തുടങ്ങിയ 24 കമ്പികളുള്ള വീണ തമിഴ്നാട്ടിൽ ഇപ്പോഴും നിലവിലുണ്ട്. അത്തരം സംഗീത ഉപകരണങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള സ്വരങ്ങളെ നമുക്ക് കണ്ടെത്താനാവും. സംഗീത മകരന്തം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും അതുപോലെ സംഗീത കൽപ്പ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഇതിനെക്കുറിച്ചൊക്കെ വിവരിച്ചിട്ടുള്ളതാണ്. അതുപോലെ സംഗീത ചന്ദ്രിക എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഇത് വിവരിച്ചിട്ടുണ്ട്. ആറ്റൂർ കൃഷ്ണപിഷാരടി നിർമ്മിച്ച സംഗീത ചന്ദ്രിക എന്ന ഗ്രന്ഥത്തിൽ ഇപ്പോഴുള്ള സംഗീത തിയറിയിലുള്ള പോരായ്മകളെ വളരെയധികം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വെങ്കടമഖി എന്ന വ്യക്തിയെ വളരെയധികം വിമർശിച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഇനിയുള്ള കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ തിയറിയെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. കാരണം അതിസൂക്ഷ്മമായ സ്വരങ്ങളെ കൃത്യമായി രേഖപ്പെടുത്താൻ കമ്പ്യൂട്ടറിലൂടെ നമുക്ക് സാധിക്കും. അത് വേർതിരിച്ച് പുതിയൊരു തിയറി നമുക്ക് രൂപപ്പെടുത്താനായാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് നൊട്ടേഷൻ ചെയ്യാനും നിരവധി രാഗങ്ങളും ഒക്കെ നമുക്ക് കണ്ടെത്താനൊക്കെ സാധിക്കും. രാവണൻ കണ്ടെത്തിയ വീണ ഉപയോഗിച്ചാണ് സംഗീതം ഇന്നത്തേക്കാൾ വളരെ ബൃഹത്തായ രീതിയിൽ പണ്ട് കണ്ടെത്തിയിരുന്നത്. രാവണൻ ജീവിച്ചിരുന്നത് ഏകദേശം 10,000 വർഷം മുൻപാണെന്നാണ് കണക്കാക്കുന്നത്. ഇന്ന് പലതരം സംഗീതം നിലവിലുണ്ടെങ്കിലും ഒരു സംഗീതവും മറ്റൊരു സംഗീതത്തിന് ദ്രോഹമാണെന്നോ അല്ലെങ്കിൽ അതൊരു ശത്രുവാണെന്നോ ഒക്കെ കരുതുന്ന ആളുകൾ ഇന്നും ഉണ്ട്. പക്ഷേ അതൊന്നും അല്ല കാര്യം. കാരണം ഈ ദേശി എന്ന് പറയുന്നൊരു സംഗീത വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന മിക്ക സംഗീതവും. അപ്പോൾ അതെല്ലാം ജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്കും വിവിധ ദേശങ്ങൾക്കും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഏത് സംഗീതവുമാണോ ഏറ്റവും കൂടുതൽ പോപ്പുലറായിരിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല, ആ സംഗീതം കൈകാര്യം ചെയ്യുന്ന വളരെ വിദഗ്ധരായ ഗായകർ അല്ലെങ്കിൽ ആ ഗാനം സൃഷ്ടിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് അത് മികച്ചിരിക്കുന്നത്. ഏത് സംഗീതമാണ് മികച്ചത് എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അത് പറയേണ്ട ആവശ്യവുമില്ല. കാരണം എല്ലാം സംഗീതത്തിൻ്റെ പലവിധ ശാഖകൾ മാത്രമാണ്. ഒരു കടൽ പോലെ അനന്തസാഗരമാണ് സംഗീതം എന്ന് പറയുന്നത്. ഈ സംഗീതം ഏത് ഭാഷയിലായാലും ഏത് തരം സംഗീതമാണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അതിൻ്റെ വിവിധ
അംശങ്ങൾ മാത്രമാണ്. പൂർണ്ണമായിട്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിന് സാധ്യമല്ല. സംഗീതം വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇപ്പോഴും സംഗീത ചികിത്സകളെക്കുറിച്ച് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും മറ്റ് പല ആവശ്യങ്ങൾക്കും സംഗീതം ഉപയോഗിക്കാനാകും എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. ഏതായാലും അത്തരം കാര്യങ്ങളെക്കുറിച്ചും മറ്റുമെല്ലാം അടുത്ത വീഡിയോയിൽ കൂടുതൽ. ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം. ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം.